യെസ് ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും. ഗൈസ്, അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഓക്കെ അട്ടു മാപ്പ് നോക്കുന്നുണ്ട്. കുറുവാദ്വീപ് വയനാട്ടിലുള്ളവർക്ക് ദ്വീപ്, നമുക്കിത് പറമ്പണ്. യെസ് ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് ഉണ്ട് എല്ലാവർക്കും. ഇപ്പോഴത്തെ നമ്മളെല്ലാവരും ഫ്രഷായിട്ട് ഇപ്പോൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. 8 മണിയാകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വരും. കുറച്ച് ശബ്ദമൊക്കെ പോയി, ഓളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. യെസ്, അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളാണ്. പൂളിലേക്ക് ഇറങ്ങാൻ പ്ലാനിട്ട് നിൽക്കണവരുണ്ട്, പക്ഷേ ഞാൻ ഇറങ്ങണില്ല. ബാക്കി എല്ലാവരും ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മൾ ബാണാസുര ഡാമാണ് ടാർഗറ്റ്. കിട്ടുമോ അറിയില്ല, നമുക്ക് നോക്കാം. ബാക്കിയുള്ള സ്ഥലങ്ങൾ നമുക്ക് ഓൺ ദ വേലാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. തന്നെയാണ്. അപ്പോൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് റിസോർട്ടിൽ നിന്ന് തന്നെ ഫുഡ് അലൗഡാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം, അതുപോലെ തന്നെ നൂലപ്പം, മുട്ട, അങ്ങനെയുള്ള കറികളും സംഗതികളായിട്ട് നമുക്ക് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവർ. എന്തായാലും ഫുഡ് അടിച്ചിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ. ഫുഡ് തിന്നിട്ടാ കുർമാജി തിന്നിട്ട് മീൻകറി, മുട്ടക്കറി. ഒരു വെള്ളപ്പം, ഒരു ലാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഐറ്റംസ് കുറേ ഉണ്ട്. ഗണപതിക്കാണല്ലോ ആദ്യം. അതെ, ഓരോ കോഴിമുട്ടല്ലോട്ടെ അടിച്ച് കാണാൻ കിട്ടി വരും. ഒരു മുട്ട അവിടെ വെച്ചറ പപ്പട. 2 മുട്ട ഒന്നും ഉണ്ടാവില്ല കേട്ടോ. പക്ഷെ ഇത് പണിയാ. ബാസിക്ക് വെള്ളം മാറ്റി വെച്ചോളം പറഞ്ഞോ. ലൈറ്റ് നോക്ക്. ഇപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ബാണാസുര ഹില്ല് കയറാനാണ് ഇപ്പോൾ നമ്മൾ പോണത്. അതിനടുത്ത് ഇപ്പോൾ റിസോർട്ട് കുഴപ്പമില്ല, അടിപൊളിയാണ്. നമ്മൾ ബാണാസുര ഹില്ല് അവിടെ എത്തിയിട്ട് ബാണാസുര ഡാം കയറാൻ പറ്റിയെങ്കിൽ കയറും. ഇനി ഹില്ലാണ്. അത് കഴിഞ്ഞാൽ കുറുവാദ്വീപിലടാ. ഓക്കെ, കുറുവാദ്വീപും സെറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നേരെ വണ്ടിയിൽ ചിക്കേഷ്. അപ്പോൾ നേരെ വണ്ടിയിലെത്തിയിട്ട് നമുക്ക് നേരെ ബാണാസുര ഹില്ലിലേക്കാണ് പോകുന്നത്. പിന്നെ നേരെ അവിടെ തിരികാം. ചെറിയൊരു മാറ്റമുണ്ട്. ബാണാസുര ഹില്ലിന് പകരം നമ്മൾ നേരെ അടുത്ത് കുറുവാദ്വീപാണ്. അപ്പം നമ്മൾ കുറുവാദ്വീപിൽ വന്നിട്ട് നമ്മുടെ ടിക്കറ്റ് നമ്മുടെ ഷിദു അണ്ണൻ്റെ കയ്യിലിരിക്കുന്നുണ്ട്. ടിക്കറ്റ് നമ്മുടെ ഗൈസ്, അപ്പോൾ ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ ഉള്ളിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വെയിറ്റിംഗ് ക്യൂ ആണ്, തിരക്കാണ് ഇവിടെ. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യാണ്. കുറച്ച് പേര് വരാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ക്യൂവിൽ നിൽക്കാൻ പോവാണ്. അപ്പോൾ ക്യൂവിൽ നിന്നിട്ട് നമുക്ക് ചങ്ങാടത്തിൽ അപ്പുറത്തേക്ക് കിടക്കണം, ദ്വീപിലേക്ക് കിടക്കണം. ദ്വീപിൽ കിടന്നിട്ടാണ് ബാക്കിയുള്ള വീഡിയോസൊക്കെ ചെയ്യാറുള്ളൂ. അട്ടോ വെയിറ്റിംഗ് ആണ് എല്ലാവരും.
ഒടുക്കത്തെ വരിയാണ്. ഓക്കെ, അട്ടു മാപ്പ് നോക്കുന്നുണ്ട്. കുറുവാദ്വീപ് തിരിച്ചു പോകണം നോക്കാം. പൂക്കോട്. അവിടുന്ന് നേരെ പൂക്കോടെത്താം. അപ്പൊ 3 സ്ഥലം കിട്ടി. അതിന്റെ ഇടയില് ഫുഡ് അടിക്കാൻ നിർത്തേണ്ടി വരും. ഇതിന്റെ ഇടയില് അതിന്റെ ഇടയില് ദൂരം കൂടുതലാ. മീൻമുട്ടി വരിക ഐഡിയ പറയും. ചെമ്പ്രവേക്ക് ടൈം എടുത്ത് പോണം. പിന്നെ 6 മണിക്ക് ബുക്കിംഗ് ഉണ്ട്. പുലർച്ചെ കഴിഞ്ഞിട്ട് ബുക്കിംഗ് ഇതാക്കിയിട്ട് റോളക്സാർ ടയർ. ഓ ഫ്രക്കൻ ഗൈസ്, അടുത്തില്ലേ ജാക്കറ്റ് ചെല്ലടാ. ഇല്ല ഹലോ. നമ്മളിപ്പോ കുറുവാദ്വീപിന്റെ ഉള്ളിൽ കൂടെയാണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. നൈസ് സ്ഥലമാണ്, അടിപൊളി. ഇവിടെയപ്പോ നമ്മളിപ്പോ കുറുവാദ്വീപിന്റെ ഉള്ളിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. വേറെ ഒന്നുമല്ല, നമുക്ക് ബാണാസുര ഹില്ലും ബാണാസുര ഡാമും നമ്മൾ കയറാണ്ട് നേരെ കുറുവാദ്വീപിലേക്കാണ് വന്നേക്കണത്. വേറെ ഒന്നുമല്ല, എല്ലാവരും അഭിപ്രായങ്ങളും കാര്യങ്ങളും നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെയാണ് വന്നേക്കണത്. അപ്പോൾ അത് കാരണം നമ്മൾ നേരെ കുറുവാദ്വീപിൽ നിന്ന് നേരെ നമുക്ക് എടക്കൽ ഗുഹയിലേക്കാണ് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. വയനാട്ടിലുള്ളവർക്ക് ദ്വീപ് നമുക്കിത് പറഞ്ഞു. അവിടേക്ക് വീട്ടിൽ വിളിച്ചേ.
അവസാനം നമ്മൾ കുറുവാദ്വീപിലേക്ക് എത്തിയേക്കാണ്. ഇതാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഈ പുഴ കടന്നു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് ഇതുപോലെ തന്നെ ഒരു ദ്വീപും കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല, കാരണം കാടിൻ്റെ ഉള്ളിൽ മഴ പെയ്ത കാരണം നല്ല അടിപൊളിയായിട്ട് നല്ല വെള്ളം വരുന്നുണ്ട്. അത് കാരണം തൊട്ടപ്പുറത്തേക്ക് കിടത്താൻ അവർ സമ്മതിക്കുന്നില്ല. അപ്പോൾ പ്രകാശൻ ഞങ്ങളന്ന് അങ്ങോട്ടൊക്കെ പോയി നടക്കട്ടെ സ്ഥലം. ഇതിലെല്ലാരും കാണാൻ പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ കുറുവാദ്വീപിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ദ്വീപിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ അങ്ങനെ ഇല്ല. പക്ഷേ ഒരു കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ചെറിയൊരു വൈബായിട്ട് നടക്കാം. അതുപോലെ തന്നെ കുളിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ഇറങ്ങി കുളിക്കാനുള്ള ഒരു സെറ്റപ്പും അവിടെ ഉണ്ട്. പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളും അവിടെ ഒന്നുമില്ല എന്ന് പറയാം. നമുക്കൊരു എൻജോയ്മെൻറ്റ് എന്ന് പറയാം. എൻജോയ്മെൻറ്റ് മാത്രം അവിടെ നല്ലൊരു അടിപൊളി വൈബ് തന്നെ. നമ്മൾ എടക്കൽ ഗുഹയിലേക്കാണ് ഇപ്പോൾ. ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്കാണ്, എടക്കൽ ഗുഹയിലേക്കാണ്. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങണുള്ളൂ. അതിന് മുമ്പ് നമ്മൾ ചിലപ്പോൾ ഫുഡ് അടിച്ചിട്ടാണ് നമുക്ക് എടക്കൽ ഗുഹയിലേക്ക് പോവാം. പിന്നെ ബാക്കി നമ്മൾ ഊണ് കഴിച്ച ഹോട്ടൽ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല അടിപൊളി ഹോട്ടലാണ്. ഇപ്പോൾ നമ്മുടെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കാണ്. അപ്പം ഇനി നമുക്ക് എടക്കൽ ഗുഹയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു കുറച്ച് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം. യെസ്, അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ ഒരു ചെറിയൊരു ചേഞ്ച് ഉണ്ട്. നമ്മൾ ബാണാസുര ഡാം കാണാനാണ് വന്നേക്കണത്. നമ്മുടെ എടക്കൽ ഗുഹ ഈ സമയത്ത് അടച്ചു കാണുമെന്നാണ് പറഞ്ഞത്. അത് കാരണം നമ്മൾ ബാണാസുര ഡാമിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ജസ്റ്റ് ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ബാണാസുര ഡാമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വന്നേക്കണത്. എല്ലാവരും എത്തിയിട്ടുണ്ട്, പിള്ളേരെല്ലാവരും ഉണ്ട്. ബാണാസുര ഡാം കാണാനാണ് ഇപ്പോൾ നമ്മൾ വന്നേക്കണത്. കുറുവാദ്വീപിൽ നേരെ ബാണാസുര ഡാമാണ്. നമുക്ക് ഓടിയെത്താൻ കുറേ വയനാടായി കാരണം കുറേ സ്ഥലങ്ങൾ ഓടിയെത്താൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അത് കാരണമാണ് ഇപ്പം നമ്മൾ ഏറ്റവും സാധനം ബാണാസുര ഡാമിലേക്കാണ് എത്തിയേക്കണത്. കേട്ടോ, ബാണാസുര ഡാം, നമ്മൾ കുറേ ഹില്ലായിരുന്നു ടാർഗറ്റ് ചെയ്ത്, പക്ഷേ ഹില്ല് കിട്ടിയില്ല. ബാണാസുര ഡാമാണ് ടാർഗറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങടേക്ക് തന്നെ എത്തിയേക്കാണ്. ഇവിടേക്ക് അപ്പോൾ ബാണാസുര ഡാമിൽ നിന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ബാറ്ററി ലോ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ചിലപ്പോൾ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ നമ്മൾ നാട്ടിലേക്കാണ്. ബാണാസുര ഡാം മാത്രം ഇപ്പോൾ നമുക്ക് കിട്ടിയത് 2 സ്ഥലങ്ങളാണ് നമുക്ക് ഏകദേശം കിട്ടിയത്. എന്തായാലും കുഴപ്പമില്ല, നല്ല അടിപൊളി ട്രിപ്പായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വണ്ടിയിലേക്ക് പോകാം. ആദ്യം ചായ കുടി കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ വണ്ടിയിലേക്ക്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോരം? ഞമ്മള് താമരശ്ശേരി ചോരന്ന് എടുത്തോ, ചെറുതാട്ടാ മതി. നമ്മൾ നൈറ്റ് ഡിന്നർ അടിച്ചിട്ട് നമ്മളിപ്പോൾ കയറാൻ പോവാണ്. ഇപ്പോൾ ഞാൻ വീട്ടിലേക്കാണ്. ഏകദേശം ചിലപ്പോൾ 2 മണി 3 മണി വരെ അടുത്തെത്തും തൃശ്ശൂരത്തെ. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ചിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് എസ് കെ ഫാം.